ഹലോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 8 ആണ്, ഡിക്ലറേഷൻ ആൻഡ് പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ആണ്. നമുക്ക് നേരെ ഈ ചാപ്റ്ററിലേക്ക് കിടക്കാം. മെയിൻലി ഈ ചാപ്റ്റർ കവേർഡ് ആയിട്ടുള്ളത് സെക്ഷൻ 123 തൊട്ട് സെക്ഷൻ 127 വരെയുള്ള സെക്ഷൻസ് ആണ് ഈ ചാപ്റ്ററിൽ, ഡിവിഡൻഡിന്റെ ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഈ ഡിവിഡൻഡിന്റെ ഡെഫിനേഷൻ പറയുന്നത് സെക്ഷൻ 2 ക്ലോസ് 35ലാണ്. എന്താണ് ഡിവിഡൻഡ് ഇൻക്ലൂഡ്സ് ഇൻട്രീം ഡിവിഡൻഡ്, അതാണ് ഇതിന്റെ ഡെഫിനീഷൻസ്. അപ്പോൾ സെക്ഷൻ 2 ക്ലോസ് 35ലാണ് വാട്ട് ഈസ് ഡിവിഡൻഡ് അതിന്റെ ഡെഫിനേഷൻ പറയുന്നത്. ഡിവിഡൻഡ് ഇൻക്ലൂഡ്സ് എനി ഇൻട്രീം ഡിവിഡൻഡ്. അപ്പോൾ ഈ ഡിവിഡൻഡ് എന്താണെന്ന് പഠിക്കണം, ഇൻട്രീം ഡിവിഡൻഡ് എന്താണെന്ന് പഠിക്കണം, എല്ലാം നമുക്ക് പഠിക്കണം. ഡിവിഡൻഡ് നിങ്ങൾക്ക് അറിയായിരിക്കും എന്താണ്, എന്നാൽ നമുക്ക് പറയാം. ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് കമ്പനി തന്നെ വെച്ചുകൊണ്ടിരിക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പം കമ്പനി എന്ത് ചെയ്യും? കമ്പനിയുടെ മെമ്പേഴ്സിന് ആ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അതിനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിവിഡൻഡ് മെയിൻലി രണ്ട് തരത്തിലുണ്ട്. ഇൻട്രീം ഡിവിഡൻഡ് എന്നും പറയും, ഫൈനൽ ഡിവിഡൻഡ് എന്നും പറയും. അപ്പോൾ ഈ ഇൻട്രീം ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇൻട്രീം ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അറ്റ് എനി ടൈം ഡ്യൂറിംഗ് ദ പീരിയഡ് ഫ്രം ക്ലോഷർ ഓഫ് ഫിനാൻഷ്യൽ ഇയർ ടിൽ ഹോൾഡിംഗ് ഓഫ് ദ ആനുവൽ ജനറൽ മീറ്റിംഗ്. അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഡിക്ലെയർ ചെയ്യുന്നത് ഇൻട്രീം ഡിവിഡൻഡ്. ഇത് ഡിക്ലെയർ ചെയ്യുന്നത് എപ്പോഴാണ്? രണ്ട് ആനുവൽ ജനറൽ മീറ്റിംഗിന് ഇടയിൽ വെച്ചാണ് ഡിക്ലെയർ ചെയ്യുന്നത്. അതായത് ഇവിടെ കണ്ടോ, ഫ്രം ക്ലോഷർ ഓഫ് ഫിനാൻഷ്യൽ ഇയർ, അതായത് ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് അതിൻ്റെ അവസാനവും, ടിൽ ഹോൾഡിംഗ് ഓഫ് ആനുവൽ ജനറൽ മീറ്റിംഗ്, അതായത് ഇനി വരാൻ പോകുന്ന ഒരു AGMന് മുന്നേ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നതാണ്. അതായത് ഒരു AGM ഓൾറെഡി കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടും പിന്നെ ഒരു AGM നടക്കുന്നതിന് മുന്നേ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നതാണ് ഇൻട്രീം ഡിവിഡൻഡ്. അതായത് സിംപിളി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. വെൻ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് declare dividend between two annual general meeting of the company, it is known as interim dividend. അപ്പോൾ ഫൈനൽ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫൈനൽ ഡിവിഡൻഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is the dividend is declared at the annual general meeting of the company, it is known as final dividend. അതായത് AGMൽ വെച്ച് തന്നെ ഡിക്ലെയർ ചെയ്യുന്നതിനാണ് ഫൈനൽ ഡിവിഡൻഡ്. അപ്പോൾ അറ്റ് ദി ആനുവൽ ജനറൽ മീറ്റിംഗിൽ ഡിക്ലെയർ ചെയ്യുന്നതാണ് ഫൈനൽ ഡിവിഡൻഡും. രണ്ട് ആനുവൽ ജനറൽ മീറ്റിംഗിന് ഇടയിൽ വെച്ച് ക്ലോഷർ ഓഫ് ദ ഫിനാൻഷ്യൽ ഇയറും ടിൽ ദി ഹോൾഡിംഗ് ഓഫ് നെക്സ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗിന് ഇടയിൽ വെച്ച് ഡിക്ലെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻട്രീം ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിവിഡൻഡിന്റെ സെക്ഷൻ നമ്മൾ പഠിച്ചു. അപ്പോൾ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറയാം. ഡിവിഡൻഡിന്റെ സെക്ഷൻ പറയുന്നത്, ഡെഫിനിഷൻ പറയുന്നത് സെക്ഷൻ 2 ക്ലോസ് 35ലാണ് ഡിവിഡൻഡ് ഇൻക്ലൂഡ്സ് ഇൻട്രീം ഡിവിഡൻഡ്. അപ്പോൾ ഡിവിഡൻഡിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഇൻട്രീം ഡിവിഡൻഡ് ആൻഡ് ഫൈനൽ ഡിവിഡൻഡ്. നമ്മൾ അതെല്ലാം കവർ ആയിട്ടുണ്ട്. പിന്നത്തെ ഒരു കേസാണ് ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് റെക്കമെൻഡഡ് ബൈ ദി ബോർഡ് കനോട്ട് ബി ഇൻക്രീസ്ഡ് ബൈ ദി മെമ്പേഴ്സ്. നമ്മൾ പറഞ്ഞു ഈ ഡിവിഡൻഡ് ഇതിൻ്റെ റേറ്റ് ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നത്, ഈ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് ആരാണ്? ബോർഡാണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അപ്പോൾ ഈ മെമ്പേഴ്സിന് ഒരിക്കലും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ആ റേറ്റിനേക്കാളും കൂടുതൽ ഒരിക്കലും ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒന്നെങ്കിൽ വേണമെങ്കിൽ ഇപ്പം എന്താ പറയുക, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇപ്പോൾ ഒരു 12% ഡിക്ലെയർ ചെയ്തു, ഈ പ്രാവശ്യം ഡിവിഡൻഡ് 12% ആണെന്ന് പറഞ്ഞു. അപ്പം ഒന്നെങ്കിൽ ഈ മെമ്പേഴ്സിന് വേണമെങ്കിൽ ഒന്നെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാം, 12 ഞങ്ങൾ സമ്മതിച്ചു എന്ന് പറഞ്ഞ് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അതിനേക്കാളും കുറവ് വേണമെങ്കിൽ എടുക്കാം. ഇല്ല, നമുക്ക് എന്നാൽ 11% മതി എന്ന് വേണമെങ്കിൽ പറയാം. ഒരിക്കലും 13 വേണം എന്ന് പറയാൻ പറ്റില്ല. അതായത് ഒരിക്കലും ബോർഡ് പറഞ്ഞിട്ടുള്ള റേറ്റിനേക്കാളും കൂടുതൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് ആർക്ക്? മെമ്പേഴ്സിന് പറ്റത്തില്ല. വേണമെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാം ആ റേറ്റ്. അതാണ് ഇതിൽ പറയണത്. പിന്നെ ഇതിൻ്റെ ഒരു ഇൻട്രീം ഡിവിഡൻഡ് ഫൈനൽ ഡിവിഡൻഡ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഇതിൽ നമ്മൾ ഡെഫിനേഷൻ. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു തന്നെ 2 ആനുവൽ ജനറൽ മീറ്റിംഗിന് ഇടയിൽ വെച്ചാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഇത് അറ്റ് ദി ആനുവൽ ജനറൽ മീറ്റിംഗിൽ വെച്ചാണ്. പിന്നെ ഇത് അനൗൺസ് ചെയ്യുന്നത് ആരാ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് ബോർഡാണ്, അപ്രൂവ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആണ് ഈ ഫൈനൽ ഡിവിഡൻഡിൻ്റെ കേസ്. പിന്നെ ഡിക്ലറേഷൻ, ടൈം ഓഫ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇന്ത്യൻ ഡിവിഡൻഡ് എപ്പോഴാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അതായത് FS പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ആണ് ഇന്ത്യൻ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്. പക്ഷേ ഫൈനൽ ഡിവിഡൻഡിന്റെ കേസ് ആണെങ്കിൽ FS ഒക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ്, അതായത് FS ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫൈനൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്. പിന്നെ റിവോക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി റിവോക്ഡ് വിത്ത് ദ കൺസെന്റ് ഓഫ് ഓൾ ഷെയർ ഹോൾഡേഴ്സ്. അതായത് ഇന്ത്യൻ ഡിവിഡൻഡ് ഇപ്പോൾ ഡിക്ലെയർ ചെയ്തു, എല്ലാ ഷെയർ ഹോൾഡേഴ്സിനെ കൺസെന്റ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും, റിവോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ ഫൈനൽ ഡിവിഡൻഡിന്റെ കേസ് ആണെങ്കിൽ അത് ഒരിക്കലും ഒന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിവോക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം അത്രയാണ് അത്. ഇനി പറയുന്ന ഷെയർസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, പ്രിഫറൻസ് ഷെയർസ് എന്നും ഇക്വിറ്റി ഷെയർസ് എന്നും ഒക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ക്യുമുലേറ്റീവ്
പ്രിഫറൻസ് ഷെയർസ് ആൻഡ് നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം ഒരു പ്രിഫറൻസ് ഉണ്ടല്ലേ. അപ്പം കമ്പനിയിൽ എന്ത് സംഭവിച്ചാലും എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ആദ്യം ഡിവിഡൻഡ് കൊടുക്കുന്നത് ആർക്കാണ്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. എന്നിട്ട് ഇക്വിറ്റിക്കാർക്ക് കൊടുക്കത്തുള്ളൂ. പിന്നെ ഇവർക്ക് കൊടുക്കുന്ന ഒരു ഫിക്സഡ് റേറ്റിലായിരിക്കും. പിന്നെ ഇവർക്ക് എന്താ, പ്രിഫറൻസ് ഓവർ ദി ഷെയർസ് ആണ്. പിന്നെ വോട്ടിംഗ് റൈറ്റ് ഒന്നും ഇല്ല അല്ലേ. അതൊക്കെയാണ് മെയിൻലി ഉള്ളത്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വെച്ചാൽ മതി, നിങ്ങൾക്കറിയാം. പിന്നെ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു വർഷം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടില്ല, എന്തെങ്കിലും കാരണത്താൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തില്ല, ഇപ്പം പ്രോഫിറ്റ് ഇല്ല, അതുകൊണ്ടൊക്കെയാണ് ഇൻസഫിഷ്യൻസി ഇൻ പ്രോഫിറ്റ് കൊണ്ടൊക്കെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു അരിയർ സംഭവിച്ചു. അപ്പം അടുത്ത വർഷം പ്രോഫിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം കൊടുക്കാനിരുന്ന അതും കൂടി ആ അരിയർ ഇപ്പുറത്തെ വർഷത്തിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊടുക്കും. അത് ക്യുമുലേറ്റീവ് ചെയ്തുകൊണ്ടിരിക്കും കൊടുക്കാത്തത്. പക്ഷേ നോൺ ക്യുമുലേറ്റീവിൻ്റെ കേസ് അങ്ങനെയല്ല. ഇനി ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ്, ഇവർ ഓണേഴ്സ് ആണ്, പക്ഷേ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആർ ഔട്ട്സൈഡേഴ്സ് ആണ്. പിന്നെ ഇവർക്ക് അങ്ങനെ ഫിക്സഡ് റേറ്റ് ഒന്നുമില്ല. പ്രിഫറൻസിന് കൊടുത്തു കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ളതാണ് ഇവർക്ക് കൊടുക്കുന്നത്. പ്രിഫറൻസ് ഷെയർസ് അല്ലാത്ത എല്ലാം ഇക്വിറ്റി ഷെയർസ് ആണ്. പിന്നെന്താ, ഇവർക്ക് അങ്ങനെ പ്രിഫറൻസ് റൈറ്റ് ഒന്നുമില്ല. പിന്നെന്താണ്, അതൊക്കെയാണ് നമുക്കറിയാവുന്നത് തന്നെ. പിന്നെ ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഓൺ ഇക്വിറ്റി ഷെയർ ഇസ് റെക്കമെൻഡഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മേ വേരി. അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്. അത് ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ ഇവർക്ക് റിസ്ക്കും കൂടുതലാണ്. പിന്നെ ഇവർക്ക് എന്താണ്, വോട്ടിംഗ് റൈറ്റ് ഉണ്ട്, ഓണേഴ്സ് ആണ്, അതൊക്കെ. അപ്പം നമ്മൾ അത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വെക്കുക. പിന്നെ ഇനി നമ്മൾ നേരെ സെക്ഷനിലേക്ക് എടുക്കുകയാണ്. സെക്ഷൻ 123. സെക്ഷൻ 123 തൊട്ട് 127 വരെയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ കവർ ആയിട്ടുള്ളത്. അപ്പോൾ സെക്ഷൻ 123 എന്താണ്? പ്രൊവിഷൻ റിഗാർഡിംഗ് ഡിക്ലറേഷൻ ആൻഡ് പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്. അപ്പോൾ സെക്ഷൻ 123 എന്താണെന്ന് വെച്ചാൽ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഈ ഡിവിഡൻഡ് പേ ചെയ്യുന്നത് എവിടെ നിന്ന് എടുത്തായിരിക്കും ഡിവിഡൻഡ് കൊടുക്കുന്നത്? കമ്പനിയുടെ പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? പ്രോഫിറ്റ് ഓഫ് ദി കറന്റ് ഫിനാൻഷ്യൽ ഇയർ. അതായത് കമ്പനിയുടെ കറന്റ് ഫിനാൻഷ്യൽ ഇയറിലെ പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് വേണമെങ്കിൽ നമുക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് പെട്ടെന്ന് ചുമ്മാ കൊടുക്കാൻ പറ്റത്തില്ല. കമ്പനിയിൽ എന്തെങ്കിലും ഒരു ഡിപ്രിസിയേഷൻ ഉണ്ടെങ്കിൽ, ആ ഷെഡ്യൂൾ 2 പ്രകാരമുള്ള എന്തെങ്കിലും ഡിപ്രിസിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പ്രൊവൈഡ് ചെയ്ത് ശേഷം മിച്ചം വരുന്ന പ്രോഫിറ്റിൽ നിന്ന് വേണം നമ്മൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഡിപ്രിസിയേഷൻ കുറയ്ക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ കുറേ പ്രോഫിറ്റ് ആവും നമുക്ക്. അപ്പം നമ്മൾ കൂടുതൽ ഡിവിഡൻഡ് വേണം ഡിക്ലെയർ ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കേസ് വരുന്നതുകൊണ്ട് തന്നെ ഡിപ്രിസിയേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ചിട്ടുള്ള മിച്ചമുള്ള പ്രോഫിറ്റിൽ നിന്ന് വേണം നമ്മൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നത്തെ കേസ് എന്താണ്? പ്രോഫിറ്റ് ഓഫ് എനി പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ ഇയേഴ്സ്. പിന്നെ പ്രീവിയസ് ഇയറിൽ ഉണ്ടായിരുന്ന പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് നമുക്ക് കൊടുക്കാം. അതായത് എന്തെങ്കിലും P&L, ക്രെഡിറ്റ് ബാലൻസ് ഇൻ P&L ആൻഡ് ഫ്രീ റിസർവ്സ്. P&L-ലും ഫ്രീ റിസർവ്സിലും ഒക്കെ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്കെടുത്ത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കൊടുക്കാം. ഈ ഫ്രീ റിസർവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫ്രീ റിസർവ്സ് എന്ന് പറഞ്ഞാൽ ഏതാ? ജനറൽ റിസർവ്സ്, P&L, അതൊക്കെ മാത്രമേ ഫ്രീ റിസർവ് ആയിട്ട് വരത്തുള്ളൂ. അല്ലാതെ റീവാലുവേഷൻ റിസർവ്സ്, വേറെന്താ മറ്റ് റിസർവ്സ് ഒന്നും ഒരിക്കലും പിന്നെന്താ ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ റിസർവ്സ്, അങ്ങനത്തെയൊക്കെ കുറേ റിസർവ്സ് ഉണ്ട്. അപ്പം അങ്ങനത്തെ റിസർവ്സ് ഒന്നും ഫ്രീ റിസർവ്സ് അല്ല. അപ്പം ജനറൽ റിസർവ്സ്, P&L അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിൽ വേണം നമ്മളെടുത്ത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കൊടുക്കാനായിട്ട്. അതായത് അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്നും ഫ്രീ റിസർവ്സ്, ജനറൽ റിസർവിൽ നിന്ന് വേണം നമ്മൾ ഡിക്ലെയർ ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് എവിടെ നിന്നൊക്കെ എടുത്ത് വേണം? പ്രൊവിഷൻ ഓഫ് മണി ബൈ ദി ഗവൺമെന്റ്. പിന്നെ അത് തന്നെ, പ്രൊവിഷൻ ഓഫ് മണി ബൈ ദി ഗവൺമെന്റ്. അതായത് സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ഒരു ഗ്യാരണ്ടി ആയിട്ട് മണി നമുക്ക് തന്നിട്ടുണ്ട്. ഡിവിഡൻഡ് പേ ചെയ്തോന്നും പറഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ഒരു മണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഗ്യാരണ്ടി പോലെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മണിയിൽ നിന്നും എടുത്ത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ഡിപ്രിസിയേഷൻ നമ്മൾ കുറയ്ക്കണമെന്ന് പറഞ്ഞു. ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമായിരിക്കുമല്ലോ വാല്യൂ ഇൻ ദി റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. അസറ്റിൽ വരുന്ന റിഡക്ഷൻ, അസറ്റിന്റെ വാല്യൂവിൽ വരുന്ന റിഡക്ഷനെയാണ് നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞത്. അത് സംഭവിക്കുന്നത് എങ്ങനെയാണ്? വിയർ ആൻഡ് ടിയർ കൊണ്ടും പ്ലസ് ഓഫ് ടൈം കൊണ്ടും പിന്നെ ടെക്നോളജി വരുന്ന എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടും, ടെക്നോളജി ഔട്ട്ഡേറ്റഡ് ആയി അതുകൊണ്ടും വിയർ ആൻഡ് ടിയർ കൊണ്ടും ഒക്കെ നമ്മുടെ അസറ്റിൽ വരുന്ന റിഡക്ഷനെയാണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിപ്രിസിയേഷൻ ഒക്കെ കുറച്ചിട്ടുള്ള എമൗണ്ട് വേണം നമ്മൾ പ്രോഫിറ്റ് ആയിട്ട് കണക്ക് കൂട്ടിയിട്ട് അതിൽ നിന്ന് വേണം നമ്മൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് കേസാണ് ട്രാൻസ്ഫർ ടു റിസർവ്സ്. ട്രാൻസ്ഫർ ഓഫ് പ്രോഫിറ്റ് ടു റിസർവ്സ് ഫോർ എനി ഫിനാൻഷ്യൽ ഇയർ ഹാസ് ബീൻ ലെഫ്റ്റ് ടു ദ ഡിസ്ക്രിഷൻ ഓഫ് ദി കമ്പനി. Therefore, a company is free to transfer any portion of its profit to reserve as may deem fit. അതായത് ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റിന്റെ കുറച്ച് എടുത്ത്
റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അത് കമ്പനിക്ക് ഇഷ്ടമാണ്, കമ്പനിയുടെ ഡിസ്ക്രിപ്ഷനാണ്. കമ്പനിക്ക് തോന്നുവാണെങ്കിൽ ഡീം ഫിറ്റ് ആയിട്ട് തോന്നുവാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് റിസർവിലേക്ക് മാറ്റാം. ഇപ്പം കമ്പനിക്ക് കുറേ പ്രോഫിറ്റ് ഉണ്ട് എന്ന് വെച്ചുകൊണ്ട് റിസർവിൽ മാറ്റണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, അങ്ങനെ ഒരു പ്രൊവിഷനും ഇല്ല. കമ്പനിക്ക് തോന്നുവാണെങ്കിൽ കമ്പനിയുടെ ഡിസ്ക്രിപ്ഷനാണ്. ഈ പ്രാവശ്യം റിസർവിൽ മാറ്റാം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാറ്റാം. അപ്പം റിസർവിൽ മാറ്റണം എന്ന് പറഞ്ഞിട്ട് ചിലപ്പം ക്വസ്റ്റ്യൻ വരും, കഴിഞ്ഞ ഇയറിലൊക്കെ കമ്പനി റിസർവിലേക്ക് മാറ്റി, പക്ഷേ ഈ പ്രാവശ്യം അവർക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ട് ഇവർ മാറ്റിയിട്ടില്ല, ഇത് ശരിയാണോ എന്നും പറഞ്ഞ് നമ്മളോട് ചോദിക്കും. അപ്പോൾ നമുക്ക് പറയാം അത് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. കാരണം എന്താണ്, ഇത് കമ്പനിയുടെ ഡിസ്ക്രിപ്ഷനാണ് റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത്. അത് കമ്പനിക്ക് അങ്ങനെ കമ്പനിയുടെ ഇഷ്ടപ്രകാരമാണ് മാറ്റുന്നത്. അതുകൊണ്ട് കമ്പനിക്ക് ഇത് ചെയ്യാം. കമ്പനിക്ക് ഡീം ഫിറ്റ് ആയിട്ട് തോന്നുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതാണ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, അത് തന്നെയാണ്. ഒരു ആൽമ വാച്ചസ് ലിമിറ്റഡ് മോർ ദാൻ 10% റിസർവിലേക്ക് മാറ്റാം അങ്ങനെ തീരുമാനിച്ചു, അതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. അതിൽ പറയുന്നത് ആ സെയിം ഈ സെൻറ്റൻസ് തന്നെയാണ്. എന്താണ്, എമൗണ്ട് ടു ബി ട്രാൻസ്ഫർ ടു റിസർവ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഫോർ എനി ഫിനാൻഷ്യൽ ഇയർ ബിഫോർ ദ ഡിക്ലറേഷൻ ഡിവിഡൻഡ് ഹാസ് ബീൻ ലെഫ്റ്റ് ടു ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി കമ്പനി. അതുകൊണ്ട് തന്നെ അവർക്ക് മാറ്റാം. അതായത് കമ്പനിയുടെ ഡിസ്ക്രിപ്ഷൻ ആണ് അത് മാറ്റണോ വേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പം കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ റിസർവിൽ മാറ്റാതിരിക്കാം. ഇറ്റ്സ് അപ് ടു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും അതല്ല. അപ്പം അതൊന്ന് ഓർത്തിരിക്കുക. അപ്പം അതുമായി ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഇനി പറയുന്നത് ഫ്രീ റിസർവ്സ് എന്താണെന്ന്. അപ്പോൾ ഫ്രീ റിസർവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ജനറൽ റിസർവ്സ് അതൊക്കെയാണ്. ഇനി ഫ്രീ റിസർവ് ആയിട്ട് ട്രീറ്റ് ചെയ്യാത്ത കുറേ കാര്യങ്ങളാണ്. അതായത് എന്തെങ്കിലും അൺറിയലൈസ്ഡ് ആയിട്ടുള്ള ഗെയിന്, നോഷണൽ ഗെയിന്, റിവാലുവേഷൻ ഓഫ് അസറ്റ്, ഇതൊന്നും ഫ്രീ റിസർവ്സ് അല്ല. റിവാലുവേഷൻ റിസർവ്സ്, അൺറിയലൈസ്ഡ് ഗെയിന്, നോഷണൽ ഗെയിന്, ഇതൊന്നും എന്താണ് ഫ്രീ റിസർവ്സ് അല്ല. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്, എന്തെങ്കിലും ഡിപ്രിസിയേഷനോ ലോസോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം സെറ്റ് ഓഫ് ചെയ്തിട്ട് വരുന്ന എമൗണ്ടിൽ നിന്ന് വേണം നമ്മളെടുത്ത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനായിട്ട്. അപ്പം അതൊക്കെയാണ് ഡിവിഡൻഡ് ഡിക്ലെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ് വെൻ ദർ ഈസ് ഇൻആഡ്വക്കൻസി ഓർ ആബ്സെൻസ് ഓഫ് പ്രോഫിറ്റ്, സെക്കൻഡ് പ്രൊവിഷൻ ടു സെക്ഷൻ 123. അതായത് മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മുടെ കറണ്ട് ഇയർ പ്രോഫിറ്റിൽ നിന്ന് എടുത്തു വേണം നമുക്ക് ഡിക്ലെയർ ചെയ്യാനായിട്ട്. ഇനി പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ഇതിന് മുന്നത്തെ നമ്മുടെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് റിസർവ്സിൽ നിന്നൊക്കെ എടുത്ത് വേണമെങ്കിൽ നമുക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനായിട്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ അതങ്ങനെ ചുമ്മാ എടുത്ത് നമുക്ക് കഴിഞ്ഞ കാലത്തെ റിസർവ്സിൽ നിന്നും എടുത്ത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. അപ്പം ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തിട്ട് വേണം നമ്മൾ ഇത് ഡിക്ലെയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ കണ്ടീഷൻസ് പറയുന്നത് റൂൾ 3 ആണ്. അപ്പോൾ ഈ ചാപ്റ്റർ റൂൾ 3-ലാണ് ഈ കാര്യങ്ങൾ പറയണത്. അപ്പോൾ റൂൾ 3, അപ്പോൾ റൂൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. റൂൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കമ്പനീസ് എന്ന് ആദ്യം എഴുതുക, പിന്നെ ബ്രാക്കറ്റിൽ ചാപ്റ്ററിൻ്റെ നെയിം ഡിക്ലറേഷൻ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് റൂൾസ് എന്ന് എഴുതിയാൽ മതി. അപ്പം ഇവിടെ പറയുന്ന റൂൾ 3-ലാണ് ഈ കണ്ടീഷൻസ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ട്രാൻസ്ഫർ ടു റിസർവ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, ഇതിൻ്റെ കേസ് പറയണത് പ്രൊവിസോ ടു സെക്ഷൻ 123 റൂൾ 3-ലാണ്. അപ്പം ഈ ട്രാൻസ്ഫർ ടു റിസർവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ റിസർവിലേക്ക് മറ്റേ പ്രോഫിറ്റ് റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യത്തെ പറ്റി ക്വസ്റ്റ്യൻ എഴുതുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതണം, പ്രൊവിസോ ടു സെക്ഷൻ 123 റെഡ് വിത്ത് റൂൾ 3 എന്ന് എഴുതണം. അതുപോലെ തന്നെ ഇവിടെ കണ്ടീഷൻസ് പറയുന്നത് റൂൾ 3-ലാണ്. റൂൾ 3 എഴുതുന്നത് എങ്ങനെയാണ്. അപ്പോൾ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഫസ്റ്റ് കണ്ടീഷൻ ആണ്, ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഡിക്ലെയർ ഷാൽ നോട്ട് എക്സീഡ് the average of the rate at which dividend was declared by the company in the immediately preceding 3 years. അതായത് ഇപ്പം കമ്പനി ഒരു ഡിവിഡൻഡ് ഇപ്പം പ്രോഫിറ്റ് ഇല്ലാഞ്ഞിട്ടാണല്ലോ ഇപ്പം നമ്മൾ റിസർവിൽ നിന്ന് എടുത്ത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഇതിന് മുന്നേ ഉള്ള പ്രിസീഡിങ് 3 years, ഇതിന് മുമ്പ് 3 വർഷത്തിൽ ഇവർ ഡിവിഡൻഡ് എത്രയാണോ റേറ്റിൽ കൊടുത്തോണ്ടിരിക്കുന്നത് അതിൻ്റെ ആവറേജ് എടുക്കണം. ഇപ്പം ഇത് 2024 ആണ്. അപ്പോൾ 2023 ഒരു റേറ്റ്, 22 21 ഒരു റേറ്റ്. അപ്പം ഇപ്പം 21 ഏതാ, ഇപ്പം ഒരു 10 എടുത്തു, 22 11 എടുത്തു, 23 എത്ര എടുത്തു, 12 എടുത്തു. അങ്ങനെ 10 11 12 എന്ന കേസിലാണ് നമ്മൾ ഡിവിഡൻഡ് കൊടുത്തോണ്ടിരുന്നത് പ്രിസീഡിങ് 3 years ആയിട്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആവറേജ് എടുക്കാൻ പറയുമ്പോൾ എന്ത് ചെയ്യണം, 10 + 11 + 12/3 എടുക്കണം, ആവറേജ് എടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് വരും, 11 വരും. അപ്പം 11 ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പ്രിസീഡിങ് 3 years കൊടുത്തത്. അപ്പോൾ ഈ 11 കൂടുതൽ ഒരിക്കലും ഈ പ്രാവശ്യം നമ്മൾ ഡിക്ലെയർ ചെയ്യാനായിട്ട് പാടില്ല ഡിവിഡൻഡ് റേറ്റ് ആയിട്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഡേറ്റ് ഓഫ് അത് തന്നെ അവിടെ കൊടുത്തേക്കുന്നത്. ഇപ്പം
ഇങ്ങനെ 3 ഡിവിഡൻറ്റിന് റേറ്റ് പ്രിസീഡിങ് 3 ഇയേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവറേജ് നമ്മൾ ബൈ 3 ചെയ്തു. അപ്പോൾ ആ കിട്ടുന്ന ആൻസറിനേക്കാളും ഒരിക്കലും കൂടുതലായിട്ട് നമ്മൾ ഈ പ്രാവശ്യത്തെ റേറ്റ് പോകാനായിട്ട് പാടില്ല. അപ്പം ഇതിനേക്കാൾ ലെസ് ദാൻ ആയിരിക്കണം നമ്മൾ ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യാനായിട്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ കേസിലാണെങ്കിൽ 11 ആയിരുന്നു. അപ്പോൾ 11-ൽ താഴെയുള്ള റേറ്റ് വേണം നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ. അല്ലാണ്ട് ഒരിക്കലും 11-ൽ കൂടുതലായിട്ട് വരുന്ന രീതിയിൽ ഒരിക്കലും ഇപ്രാവശ്യം നമ്മൾ ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യാനായിട്ട് പാടില്ല. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി ദിസ് കണ്ടീഷൻ ഷാൽ നോട്ട് അപ്ലൈ ഇഫ് ദ കമ്പനി ഹാസ് നോട്ട് ഡിക്ലെയർ എനി ഡിവിഡൻറ്റ് ഇൻ ഈച്ച് ഓഫ് 3 പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ. ഇനി ഈ കമ്പനി പ്രിസീഡിങ് 3 ഇയേഴ്സ് ആയിട്ട് ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്തിട്ടില്ല. ആ കേസിലപ്പം എന്തായാലും നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ലല്ലോ. 3 വർഷത്തെ ഡിവിഡൻറ്റിൻ്റെ റേറ്റ് എടുക്കാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ കേസിൽ ഈ കണ്ടീഷൻ ഒരിക്കലും ആപ്ലിക്കബിൾ ആകില്ല. ഇപ്പോൾ ഒരു ന്യൂ കമ്പനി തുടങ്ങി, അപ്പം ഇവർക്ക് എന്തെങ്കിലും പ്രിസീഡിങ് 3 ഇയേഴ്സ് ആയിട്ട് ഈ ഡിവിഡൻറ്റ് ഇല്ല. അപ്പം അവർക്ക് ഈ കണ്ടീഷൻസ് ആപ്ലിക്കബിൾ ആകില്ല. ദിസ് കണ്ടീഷൻ ഷാൽ നോട്ട് അപ്ലൈ. ഈ സെക്കൻഡ് കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. Total amount to be drawn from such accumulated profit shall not exceed 10% of ഇറ്റ്സ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ്സ്. അതായത് ഇപ്പോൾ നമ്മൾ അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നമ്മൾ എമൗണ്ട് വിത്ഡ്രോ ചെയ്ത് ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യാനായിട്ട്, അങ്ങനെ വിത്ഡ്രോ ചെയ്യുന്ന എമൗണ്ട് 10% ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവിനേക്കാളും ഒരിക്കലും കൂടാനായിട്ട് പാടില്ല. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലും ഫ്രീ റിസർവും അതിൻ്റെ 10%-നെക്കാളും ഒരിക്കലും നമ്മൾ ചെയ്ത് വിത്ഡ്രോ എമൗണ്ട് കൂടാനായിട്ട് പാടില്ല. അതാണ് സെക്കൻഡ് കണ്ടീഷൻസ്. അതായത് അപ്പം 10% ഓഫ് പെയ്ഡ് അപ്പ് പ്ലസ് ഫ്രീ റിസർവ്സ് മാത്രമേ നമുക്ക് വിത്ഡ്രോ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി തേർഡ് കണ്ടീഷൻസ് എന്താണെന്ന് നോക്കാം. പിന്നെന്താണ്, ദ എമൗണ്ട്സ് ഓഫ് ഡ്രോൺ ഷാൾ ഫസ്റ്റ് ബി യൂട്ടിലൈസ് ടു സെറ്റ് ഓഫ് ദി ലോസസ് ഇൻക്വയർഡ് ഇൻ ദ ഫിനാൻഷ്യൽ ഇയർ. അതായത് ഇനി എന്തെങ്കിലും ലോസസ് ഉണ്ടെങ്കിൽ അത് സെറ്റ് ഓഫ് ചെയ്യണം. ആദ്യം തന്നെ ലോസസ് ഉണ്ടെങ്കിൽ അത് സെറ്റ് ഓഫ് ചെയ്യണം, എന്നിട്ട് വേണം നമ്മൾ ഡിവിഡൻറ്റ് കൊടുക്കാനായിട്ട്. പിന്നെ നാലാമത്തെ കണ്ടീഷനാണ്, ദ ബാലൻസ് ഓഫ് റിസർവ്സ് after such withdrawal shall not fall below 50% of its paid up share capital. അതായത് ഇപ്പോൾ നമ്മൾ ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യാനായിട്ട് നമ്മൾ വിത്ഡ്രോ ഒക്കെ ചെയ്തു. അപ്പോൾ വിത്ഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ജനറൽ റിസർവ്സിൻ്റെ ഒക്കെ ബാലൻസ് 50% ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ താഴെ പോകാനായിട്ട് പാടില്ല. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ 15%-നേക്കാളും കുറവിൽ ഈ ജനറൽ റിസർവിൻ്റെ ബാലൻസ് കിടക്കാനായിട്ട് പാടില്ല. ഈ 4 കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്താൽ മാത്രമേ നമുക്ക് അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് നമുക്ക് ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒന്ന് വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം ഈ 4 കണ്ടീഷനും ഒരുപോലെ വേണം ചെയ്യാനായിട്ട്. ഒന്ന് ചെയ്തിട്ടില്ലെങ്കിൽ അത് വയലേറ്റ് ആകും, നമുക്ക് അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഫസ്റ്റ് കേസിൽ ഇപ്പം ഒരു പുതിയ കമ്പനിക്ക് ഏതായാലും പ്രിസീഡിങ് 3 ഇയേഴ്സ് ഡിവിഡൻറ്റ് ഇല്ല. ഇപ്പം അല്ലെങ്കിൽ വേറൊരു കമ്പനി 3 വർഷമായിട്ട് ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്തിട്ടില്ല. അങ്ങനത്തെ കേസിൽ ഇവർക്ക് എത്ര റേറ്റ് വേണമെങ്കിലും കൊടുക്കാനായിട്ട് പറ്റും. പ്രിസീഡിങ് 3 ഇയേഴ്സിലായിട്ട് അവർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിലത്തെ കേസാണ് ആവറേജ് നമ്മൾ എടുക്കാനായിട്ട് പറയുന്നത്. സെക്കൻഡ് കണ്ടീഷൻ എന്തായിരുന്നു, 10% ഓഫ് പെയ്ഡപ്പും ഫ്രീ റിസർവ്സും അത്രയും വേണം നമ്മൾ വിത്ഡ്രോ ചെയ്യേണ്ട എമൗണ്ട്. പിന്നെ തേർഡ് കണ്ടീഷൻ എന്താണ്, ലോസസ് സെറ്റ് ഓഫ് ചെയ്തിട്ട് വേണം. പിന്നെ ലാസ്റ്റ് കേസാണ് ഫ്രീ റിസർവ്സിൽ വിത്ഡ്രോ ചെയ്തിട്ട് ജനറൽ റിസർവിൽ ഒരു 50% ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ബാലൻസ് കാണണം. ഈ 4 കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്താൽ മാത്രമേ നമുക്ക് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യാനായിട്ട്. ആബ്സെൻസ് ഓഫ് പ്രോഫിറ്റിൻ്റെ കേസിലാണ് നമ്മൾ ഈ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എടുക്കുന്നത്. ഇത് പറയേണ്ടത് റൂൾ 3-ലാണ്. ഓക്കെ. പിന്നെ പറയുന്നത് ഡിപ്പോസിറ്റിംഗ് ഓഫ് എമൗണ്ട് ഓഫ് ഡിവിഡൻറ്റ്. അതായത് ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം നമ്മൾ 5 ഡേയ്സിനുള്ളിൽ വിത്തിൻ 5 ഡേയ്സിനുള്ളിൽ ഒരു ഷെഡ്യൂൾഡ് ബാങ്കിലേക്ക് നമ്മളിത് ട്രാൻസ്ഫർ ചെയ്യണം. ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ സെപ്പറേറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്തിട്ട് വിത്തിൻ 5 ഡേയ്സിനുള്ളിൽ നമ്മൾ ആ എമൗണ്ട് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പിന്നെ പേയ്മെന്റ് ഓഫ് ഡിവിഡൻറ്റ്. ഈ ഡിവിഡൻറ്റ് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്? ഡിവിഡൻറ്റ് ഷാൾ ബി പേയബിൾ ഓൺലി ടു ദ രജിസ്റ്റേർഡ് ഷെയർ ഹോൾഡർ ഓർ ടു ഹിസ് ഓർഡർ ഓർ ടു ഹിസ് ബാങ്കർ. അതായത് ഡിവിഡൻറ്റ് പേ ചെയ്യേണ്ടത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഷെയർ ഹോൾഡറിനോ ഇല്ലെങ്കിൽ ആ രജിസ്റ്റേർഡ് ഷെയർ ഹോൾഡറിൻ്റെ ഓർഡർ പ്രകാരം ആർക്കാണോ കൊടുക്കേണ്ടത് അവർക്ക്, ഇല്ലെങ്കിൽ ടു ഹിസ് ബാങ്കർ, അതായത് രജിസ്റ്റേർഡ് ഷെയർ ഹോൾഡറിൻ്റെ ബാങ്ക് എങ്ങോട്ടാണ് അങ്ങോട്ടേക്കാണ് ഡിവിഡൻറ്റ് പേ ചെയ്യേണ്ടത്. അതാണ് മെയിൻലി ഉള്ളത്. പിന്നെന്താണ്,
പിന്നെ ഡിവിഡൻഡ് ആർ പേയബിൾ ഇൻ ക്യാഷ് ആൻഡ് നോട്ട് ഇൻ കൈൻഡ്. ഡിവിഡൻഡ് ദാറ്റ് ആർ പേയബിൾ ടു ദി ഷെയർ ഹോൾഡേഴ്സ് ഇൻ ക്യാഷ് മേ ഓൾസോ ബി പെയ്ഡ് ബൈ ചെക്ക് ഓർ ഡിവിഡൻഡ് വാറന്റ് ഓർ ത്രൂ എനി ഇലക്ട്രോണിക് മോഡ്. അതായത് ഈ ഡിവിഡൻഡ് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ആയിട്ടേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഒന്നുകിൽ ക്യാഷ് ആയിട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ചെക്ക് ആയിട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ എന്താണ് ഡിവിഡൻഡ് വാറന്റ് ആയിട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇലക്ട്രോണിക് മോഡിൽ ഏതെങ്കിലും വഴി കൊടുക്കാൻ പറ്റും. അല്ലാണ്ട് ഒരിക്കലും ക്യാഷ് കൈൻഡിൽ ഒരിക്കലും ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ക്യാഷ് ആയിട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ചെക്ക് ആയിട്ട് കൊടുക്കാം, ഡിവിഡൻഡ് വാറന്റ് ആയിട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രോണിക് മോഡ് വഴി കൊടുക്കാൻ പറ്റും. പക്ഷെ ഒരിക്കലും കൈൻഡിൽ ഒരിക്കലും ക്യാഷ് അല്ലാത്ത രീതിയിൽ ഒരിക്കലും ഡിവിഡൻഡ് പേ ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഈ ഡിവിഡൻഡിന് വേണ്ടി ഡിക്ലെയർ ചെയ്തിട്ടുള്ള എമൗണ്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ടിലൊക്കെ മാറ്റണമെന്ന് പറഞ്ഞില്ലേ, ആ ഷെഡ്യൂൾ ബാങ്കിലൊക്കെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ എമൗണ്ട് വേറെ ഒരു പർപ്പസിന് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. ഈ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത എമൗണ്ട് ആണെങ്കിൽ ഡിവിഡൻഡ് പേ ചെയ്യാൻ മാത്രമേ നമ്മൾ ആ എമൗണ്ട് എടുക്കാനായിട്ട് പാടുള്ളൂ. ഇപ്പം ക്യാഷ് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വേണമെങ്കിൽ ഡിവിഡൻഡ് ബോണസ് ആയിട്ടൊക്കെ ഇഷ്യൂ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം ബോണസ് ഷെയർസ് ഒക്കെ ആയിട്ടൊന്നും ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. ക്യാഷ് ആയിട്ട് മാത്രമേ ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി പറയുന്നത് ഈ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പറ്റാത്ത ചില കമ്പനിയുടെ കേസാണ്. സെക്ഷൻ 73, 74 പറഞ്ഞേക്കുന്നതിൽ എന്തെങ്കിലും അത് കംപ്ലൈ ചെയ്യാത്ത കമ്പനീസിന് ഒരിക്കലും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സെക്ഷൻ 74, 73 പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ. പിന്നെ സെക്ഷൻ 8 കമ്പനി, സെക്ഷൻ 8 കമ്പനി മെയിൻലി തുടങ്ങുന്നത് എന്തിനാണ്, എന്തെങ്കിലും ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് ഒരിക്കലും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ സെക്ഷൻ 8 കമ്പനീസ്, ഈ കമ്പനീസ് വെയിൽ ടു കംപ്ലൈ ദ സെക്ഷൻ 74, ഇതിൽ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ഫെയിൽ വരുത്തി കഴിഞ്ഞാൽ ഇവർക്ക് ഒരിക്കലും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റില്ല. ഇതിൽ മെയിൻ ആണ് സെക്ഷൻ 8 കമ്പനീസ് എന്തിനാണ് തുടങ്ങിയേക്കുന്നത്, എന്തെങ്കിലും ഒരു ചാരിറ്റബിൾ പർപ്പസ്, ചാരിറ്റബിൾ ഒബ്ജക്റ്റോട് കൂടിയാണ് അവർ തുടങ്ങിയേക്കുന്നത്. അപ്പം ഇവർ ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഡിവിഡൻഡ് ആയിട്ട് കൊടുത്താൽ ശരിയാവില്ല. അവർ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ സെക്ഷൻ 8 കമ്പനി തുടങ്ങിയ ആ പർപ്പസിന് വേണം അവർ ചെയ്യാനായിട്ട്, അല്ലാണ്ട് ഒരിക്കലും അവർക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇവർ രണ്ടും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനായിട്ട് പ്രോഹിബിറ്റഡ് ആയിട്ടുള്ളവരാണ്. ഇനി അടുത്ത സെക്ഷൻ 124 പറയുന്നത് അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിനെ പറ്റിയാണ്. അതായത് ഇത്ര ഓർത്താൽ മതി, ഒരു ഡിവിഡൻഡ് കമ്പനി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 30 ദിവസത്തിനുള്ളിൽ കൊടുക്കണം. അങ്ങനെയാണ് അതിൻ്റെ കാര്യം. അപ്പം 30 ദിവസത്തിനുള്ളിൽ ഈ ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല എങ്കിൽ ആ എമൗണ്ട് ഒരു സ്പെഷ്യൽ അക്കൗണ്ടിലേക്ക് മാറ്റണം. ആ അക്കൗണ്ടാണ് എന്ത്, അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ 30 ദിവസത്തിനുള്ളിൽ, ഓക്കെ, 30 ദിവസത്തിനുള്ളിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ട് അത് പേ ചെയ്തിട്ടില്ലെങ്കിൽ ആ 30 ദിവസത്തിനുള്ളിൽ ഒരു അക്കൗണ്ടിലേക്ക് മാറ്റണം. അതായത് ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം കമ്പനി 30 ദിവസത്തിനുള്ളിലാണ് ഡിവിഡൻഡ് കൊടുക്കേണ്ടത്. അപ്പം 30 ദിവസത്തിനുള്ളിൽ കൊടുത്തിട്ടില്ല. അങ്ങനത്തെ കേസിൽ 30 ദിവസം കഴിഞ്ഞിട്ട്, 30 ദിവസം വരെ കൊടുത്തില്ല, അപ്പോൾ ഒരു അക്കൗണ്ടിൽ മാറ്റണം. 30 ദിവസത്തിനുള്ളിലല്ല മാറ്റേണ്ടത്, 30 ദിവസം കഴിഞ്ഞു. എന്നിട്ട് വരുന്ന 7 ഡേയ്സിനുള്ളിൽ വേണം ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കി അതിലേക്ക് നമ്മൾ ഈ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. ആ സെപ്പറേറ്റ് അക്കൗണ്ടിനെയാണ് അൺപെയ്ഡ് അൺക്ലെയിംഡ് ഡിവിഡൻഡ് അക്കൗണ്ട് എന്നോ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് എന്നൊക്കെ പറയും. അതൊരു സ്പെഷ്യൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ്, വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ ഡിവിഡൻഡ് കൊടുത്തില്ല എങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്ന വിത്തിൻ 7 ഡേയ്സ്, 30 കഴിഞ്ഞിട്ട് വരുന്ന ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് 30 ഡേയ്സ് ആൻഡ് വിത്തിൻ 7 ഡേയ്സിൽ നമ്മൾ, അപ്പോൾ 30 ദിവസം കഴിഞ്ഞിട്ട് വരുന്ന 7 ഡേയ്സിനുള്ളിൽ വേണം നമ്മളൊരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഷെഡ്യൂൾ ബാങ്കിൽ ക്രിയേറ്റ് ചെയ്യണം. അവിടെ എന്നിട്ട് ഈ എമൗണ്ട് ഇടണം. അത് കഴിഞ്ഞിട്ട് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ വിത്തിൻ 90 ഡേയ്സിനുള്ളിൽ നമ്മൾ ഈ കാര്യങ്ങൾ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്ക് മാറ്റിയല്ലോ, ഈ കാര്യങ്ങളെല്ലാം കമ്പനി ഒരു വെബ്സൈറ്റിലേക്ക് ആ കാര്യങ്ങളെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ആ വെബ്സൈറ്റിലേക്ക് നമ്മൾ ഇടണം. അപ്പം കമ്പനി ഫസ്റ്റ് ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് 30 ഡേയ്സ് വിത്തിൻ 7 ഡേയ്സിനുള്ളിൽ അക്കൗണ്ടിൽ മാറ്റണം. അത് കഴിഞ്ഞ് വിത്തിൻ 90 ഡേയ്സ് ഓഫ് ട്രാൻസ്ഫറിങ് എനി എമൗണ്ട് ടു ദി അൺപെയ്ഡ് അക്കൗണ്ട്, അക്കൗണ്ട് നമ്മൾ ഇട്ടു. അത് കഴിഞ്ഞിട്ട് വരുന്ന വിത്തിൻ 90 ഡേയ്സിനുള്ളിൽ കമ്പനി ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ആ കാര്യം ആ നെയിംസ്, ലാസ്റ്റ് നോൺ അഡ്രസ്സ്, എമൗണ്ട് ഓഫ് അൺപെയ്ഡ് എത്ര രൂപയാണോ അതിലേക്ക് ഇട്ടേ, ആ കാര്യങ്ങൾ ആർക്കൊക്കെ എത്ര കൊടുക്കണം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വെബ്സൈറ്റിലേക്ക് ഇടണം. ആ വെബ്സൈറ്റ് ഓർ എനി അതർ വെബ്സൈറ്റ് അപ്രൂവ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്, ഒന്നുകിൽ കമ്പനിയുടെ വെബ്സൈറ്റിൽ ഇല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റിലേക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം കമ്പനി ഇടണം.
ഇനി ഈ കമ്പനി ഇങ്ങനെ എന്താ അൺപെയ്ഡ് അക്കൗണ്ടിലേക്കൊന്നും മാറ്റിയില്ല, അങ്ങനത്തെ കേസിൽ വല്ല എന്തെങ്കിലും തരത്തിൽ ഡിഫോൾട്ട് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് 12% എന്ത് വരും, ഇൻട്രസ്റ്റ് വരും. അപ്പോൾ ഈ അക്കൗണ്ടിലേക്ക് 30 ദിവസം കഴിഞ്ഞിട്ട് 7 ഡേയ്സിനുള്ളിൽ അൺപെയ്ഡ് അക്കൗണ്ടിൽ മാറ്റിയിട്ടില്ല, ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ കമ്പനിക്ക് 12% ഇൻട്രസ്റ്റ് വരും, പെനാൽറ്റി ആയിട്ട് വരും. പിന്നെന്താണ്, ഇനി നമ്മൾ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്കൊക്കെ മാറ്റിയല്ലോ, ആ മാറ്റി കഴിഞ്ഞിട്ട് അവിടെ 7 വർഷമായിട്ട് ആ അക്കൗണ്ടിൽ തന്നെ കിടക്കുവാണ്, അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിൽ നമ്മൾ 7 വർഷമായിട്ട് ആ പൈസ കിടക്കുവാണെങ്കിൽ ആ കാശ്, ആ എമൗണ്ട് വേറൊരു അക്കൗണ്ടിൽ മാറ്റണം. അതായത് IEPF എന്ന് പറയും, ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട്, അതിലേക്ക് മാറ്റണം, ആ അക്കൗണ്ടിലേക്ക് മാറ്റണം. അപ്പം നമുക്ക് ഒന്നുകൂടി പറയാം, 30 ഡേയ്സ് കഴിഞ്ഞു, വിത്തിൻ 7 ഡേയ്സിനുള്ളിൽ നമ്മൾ ഒരു അക്കൗണ്ടിലേക്ക് മാറ്റി സെപ്പറേറ്റ് അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഷെഡ്യൂൾഡ് ബാങ്കിൽ, അത് കഴിഞ്ഞ് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഒരു വെബ്സൈറ്റിലേക്ക് എന്താ എല്ലാം ഡീറ്റെയിൽസും അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം എന്തെങ്കിലും ഇതിൽ അൺപെയ്ഡ് അക്കൗണ്ട് ഒന്നും മാറ്റിയിട്ടില്ലെങ്കിൽ കമ്പനിക്ക് ഒരു 12% ഓഫ് ഇൻട്രസ്റ്റ് വരും. അതിനുശേഷം 7 ഇയേഴ്സും ആയിട്ടും ആ അക്കൗണ്ടിൽ കിടക്കുക, അങ്ങനെയെങ്കിൽ IEPF എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് മാറ്റണം. പിന്നെ ഈ IEPF അക്കൗണ്ടിലേക്ക് മാറ്റിയില്ലെങ്കിൽ അതിന് വേറെ പണിഷ്മെന്റ്സ് ഒക്കെ വരും. അപ്പൊ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒരു ചാർട്ട് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ അത് കൊടുത്തില്ലെങ്കിൽ വിത്തിൻ 7 ഡേയ്സിനുള്ളിൽ ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അക്കൗണ്ടിലേക്ക് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു 12% ഓഫ് ഇൻട്രസ്റ്റ് വരും ആ ഡിഫോൾട്ടിന്. അതിനുശേഷം എന്താ, വിത്തിൻ 90 ഡേയ്സിനുള്ളിൽ കമ്പനി ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം, എന്നിട്ട് അത് വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യണം. പിന്നെന്താണ്, ഇല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റിൽ ഇടണം. പിന്നെ ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് 7 ഇയേഴ്സ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ IEPFലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അത്രയാണ്. അപ്പം ജസ്റ്റ് ഇതൊന്നും ഓർത്താലും മതി. ഇനി അടുത്ത IEPF അക്കൗണ്ട് എന്താണെന്ന് നോക്കാം. ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട്, അത് സെക്ഷൻ 125 ഈ IEPFനെ പറ്റി പറയുന്നത്. എന്താണ് IEPF എന്ന് നോക്കാം നമുക്ക്. ഇനി പറയുന്നത് ഈ IEPFലേക്ക് ഫണ്ട് ഏതൊക്കെ രീതിയിൽ വരും അതുള്ളതാണ്. അതിൽ കുറേ പോയിന്റ് ഉണ്ട്. അതിപ്പോൾ എന്താണ്, ക്രെഡിറ്റ് ഓഫ് സ്പെസിഫൈഡ് എമൗണ്ട് ടു ദി ഫണ്ട്, എമൗണ്ട് ഗിവൺ ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് ആണില്ല, ഡൊണേഷൻ ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് ആണില്ല. പിന്നെന്താണ്, എമൗണ്ട് ലൈൻ ഇൻ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട്, അതെന്താണ്, അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിൽ 7 വർഷമായിട്ട് കിടന്ന എമൗണ്ട് നമ്മൾ IEPFലേക്ക് വരും എന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ കേസ്. പിന്നെന്താണ്, എമൗണ്ട് ഇൻ IEPF അത് വരും. The amount lying in Investor Education Protection Fund under Section 205 of the Companies Act 1956, അതായത് 1956 പറയുന്ന, as per 1956 പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതും ഈ 2030 പ്രകാരം IEPF അക്കൗണ്ടിലേക്ക് വരും. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ IEPF ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യത്തിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി എന്തെങ്കിലും ഇൻട്രസ്റ്റോ ഇൻകമോ ഒക്കെ റിസീവ് ആയിട്ടുണ്ടെങ്കിൽ അതും ഈ IEPFലേക്ക് വരും. Then application money, amount received through disgorgement of or disposal of securities, mature deposit ആയിട്ട് ഇല്ല, mature debenture, mature deposit, mature debenture ഇതൊക്കെ ആയിട്ട് കിടന്നു, ആപ്ലിക്കേഷൻ മണി ഒക്കെ ആയിട്ട് കിടന്നു. അത് അൺപെയ്ഡ് ആയിട്ട് 7 ഇയേഴ്സ് ആയിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ IEPF അക്കൗണ്ടിലേക്ക് വരും. പിന്നെ അങ്ങനെ കുറേ ഉണ്ട്. എന്താ, ഇൻട്രസ്റ്റ് അക്രൂഡ് ഉണ്ട്, എമൗണ്ട് റെഫർ ടു ക്ലോസ് H2J, Hലും Jയിലും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, പിന്നെ എന്തെങ്കിലും സെയിൽ നടന്നിട്ട് എമൗണ്ട് റിസീവ് ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ, റിഡംഷൻ എമൗണ്ട് ഓഫ് പ്രിഫറൻസ് ഷെയർസ് റിമൈനിങ് അൺപെയ്ഡ് ഓർ അൺക്ലെയിംഡ് ഫോർ 7 ഇയേഴ്സ്, അതായത് 7 ഇയേഴ്സ് ഒക്കെ ആയിട്ട് ഈ പ്രിഫറൻസ് ഷെയറിൻ്റെ ഒക്കെ റിഡംഷൻ ആയിട്ട് അതൊക്കെ അൺപെയ്ഡ് ആയിട്ട് അൺക്ലെയിംഡ് ആയിട്ടൊക്കെ 7 ഇയേഴ്സ് ആയിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ IEPF എമൗണ്ട് അക്കൗണ്ടിലേക്ക് വരും. പിന്നെ അതൊരു എമൗണ്ട്, അതൊക്കെ ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കുക. ഇതൊക്കെ എന്ത്, ഗ്രാൻഡ്, ഫീസ്, ചാർജസ് റിസീവ് ബൈ ദി അതോറിറ്റി അണ്ടർ ദിസ് റൂൾസ്, അങ്ങനത്തെ ഈ എമൗണ്ടുകളെല്ലാം IEPF അക്കൗണ്ടിലേക്ക് വരും. അതിൽ മെയിൻ ഓർത്തിരിക്കാൻ നോക്കുക, എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് നടത്തി അതിൽ നിന്ന് എന്തെങ്കിലും ഇൻകം ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വരും. പിന്നെ ആപ്ലിക്കേഷൻ മണി, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, റിഡംഷൻ എമൗണ്ട്, അതർ എമൗണ്ട്, മച്ചുവർ ഡിബഞ്ചർ, മച്ചുവർ ഡിപ്പോസിറ്റ് ഇൻട്രസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഓർത്ത് വെക്കുക. അപ്പം ഇതൊക്കെ IEPF അക്കൗണ്ടിലേക്ക് വരും. പിന്നെ 1956
ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന പ്രകാരമുള്ള ഇതെല്ലാം ഇതിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് IEPF അക്കൗണ്ടിലേക്ക് വരുന്നത്. ഇനി യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ IEPF കിടക്കുന്ന ഫണ്ട് എന്തിനൊക്കെ ഉപയോഗിക്കാം, എന്തിനൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീഫണ്ട് ഓഫ് അൺക്ലെയിംഡ് ഡിവിഡൻഡ്. അതായത് ഇപ്പം ഡിവിഡൻഡ് അൺക്ലെയിംഡ് ആയിട്ട് കിടക്കുന്ന ഡിവിഡൻഡ് റീഫണ്ട് ചെയ്യാൻ നമുക്ക് ഈ അക്കൗണ്ട് എടുക്കാം. പിന്നെ മച്ചുവർ ഡിപ്പോസിറ്റ്, മച്ചുവർ ഡിബഞ്ചർ ആപ്ലിക്കേഷൻ മണി ഡ്യൂ ആയിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ അത് റീഫണ്ട് ചെയ്യാനായിട്ടും ഇൻട്രസ്റ്റ് ഒക്കെ പേ ചെയ്യാനൊക്കെ നമുക്ക് ഈ ഫണ്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ, ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ അവയർനെസ് പ്രൊട്ടക്ഷൻ. ഇവരുടെ ഇൻവെസ്റ്റേഴ്സിന്റെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, അവർക്കൊരു എഡ്യൂക്കേഷൻ കൊടുക്കാൻ, അവർക്ക് അവയർനെസ് കൊടുക്കാനായിട്ട്, അവരെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒക്കെ ഈ അക്കൗണ്ടിലെ മണി നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പിന്നെ എന്തെങ്കിലും കാര്യത്തിൽ എന്താ ലോസ് ഒരു ഷെയർ ഹോൾഡറിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സെൻട്രൽ ഗവൺമെന്റിനോ ഒക്കെ ഇവർ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ IEPF അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് അവർക്ക് എടുത്ത് കൊടുക്കാൻ പറ്റും. അതായത് ആപ്ലിക്കേഷൻ സെൻട്രൽ ഗവൺമെന്റിന് ഒരു ഷെയർ ഹോൾഡർ ലോസ് സംഭവിച്ച ഒരാൾ എന്തെങ്കിലും കാര്യത്തിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റിക്വയർഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ അവർക്ക് IEPF അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് എടുക്കാൻ പറ്റും. പിന്നെ എന്താണ്, റീഎംബേഴ്സ്മെന്റ് ഓഫ് ലീഗൽ എക്സ്പെൻസസ് റിഗാർഡിംഗ് ടു ക്ലാസ് ആക്ഷൻ സൂട്ടുമായി ബന്ധപ്പെട്ട എക്സ്പെൻസസ് വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യാനായിട്ട്, റീഎംബേഴ്സ് ചെയ്യാനും നമുക്ക് IEPF അക്കൗണ്ടിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തൊക്കെ അക്കൗണ്ട് എളുപ്പമുള്ള നമുക്ക് നോക്കിയാൽ എന്താ, ഇൻവെസ്റ്റേഴ്സിന്റെ എഡ്യൂക്കേഷന്, പിന്നെ എന്താ, അവർക്ക് അവരെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ആ ഫണ്ട് എടുക്കാം, അവർക്ക് അവയർനെസ് കൊടുക്കാൻ എടുക്കാം. പിന്നെ എന്തെങ്കിലും അൺക്ലെയിംഡ് ആയിട്ടുള്ള ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. പിന്നെ എന്താണ്, ആരെങ്കിലും ആപ്ലിക്കേഷൻ സെൻട്രൽ ഗവൺമെന്റിന് വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ റിക്വയർഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ IEPF അക്കൗണ്ടിൽ നിന്ന് എടുക്കാം. പിന്നെ ക്ലാസ് ആക്ഷൻ സ്യൂട്ടിന് പ്രകാരം എന്തെങ്കിലും ഒരു എക്സ്പെൻസസ് ഇൻക്വയർ ആയിട്ടുണ്ടെങ്കിൽ അത് റീഎംബേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്തെങ്കിലും ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് ഒക്കെ എന്താ പ്രൊട്ടക്ട് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ എമൗണ്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പം അതൊക്കെ റീഡ് ചെയ്ത് വെക്കുക. പിന്നെ അടുത്ത കേസാണ് അതോറിറ്റി ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫണ്ട്. അതായത് ഈ ഫണ്ട് ഇതൊക്കെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനായിട്ട്, കറക്റ്റായിട്ട് അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യാനായിട്ട് ഒരു അതോറിറ്റി ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ഒരു അതോറിറ്റീനെ ഈ ഫണ്ടൊക്കെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഇതിലെന്താണ്, ചെയർപേഴ്സൺ ഉണ്ട്, ചെയർപേഴ്സൺസ് ഉണ്ട്, അതർ മെമ്പേഴ്സ് ഉണ്ട്, പിന്നെ CEO ഒക്കെ ഉണ്ട്. അപ്പം ഒരു സെൻട്രൽ ഗവൺമെന്റ് ഈ ഫണ്ടുകളെ എല്ലാം അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനായിട്ടുള്ള അതോറിറ്റി ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ആ അതോറിറ്റിയിൽ ആരൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയർപേഴ്സൺസ് ഉണ്ട്, എന്താ അതർ മെമ്പേഴ്സ് ഉണ്ട്, പിന്നെ CEO ഉണ്ട്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ഉണ്ട്, പിന്നെ ആരാണ്, ചെയർപേഴ്സൺ ഉണ്ട്. അതുപോലെ തന്നെ അതർ പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതർ മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നോട്ട് എക്സീഡിങ് 7 ആയിരിക്കണം. മാക്സിമം 7 ലിമിറ്റ് കണ്ടോ, മാക്സിമം 7 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ചെയർപേഴ്സൺ ഉണ്ട്, CEO ഉണ്ട്, അതുപോലെ തന്നെ അതർ മെമ്പേഴ്സ് നോട്ട് എക്സീഡിങ് 7. അപ്പം മാക്സിമം ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 ആണ്. അപ്പോൾ ഇത്രയും പേരാണ് ആ അതോറിറ്റിയിലുള്ളത്. IEPF അക്കൗണ്ടിനെയൊക്കെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ, ആ ഫണ്ടുകളെയൊക്കെ ഒന്ന് നിയന്ത്രിക്കാനായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഒരു അതോറിറ്റി ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ആ അതോറിറ്റിയിൽ ചെയർപേഴ്സൺ ഉണ്ട്, അതർ മെമ്പേഴ്സ് നോട്ട് എക്സീഡിങ് 7 ഉണ്ട്, CEO ഉണ്ട്. പിന്നെ അവർ ആ ഫണ്ടെല്ലാം അഡ്മിനിസ്ട്രേറ്റ് ചെയ്യും. പിന്നെ ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യും. പിന്നെ ആ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ CAG ആണ്. CAG എന്ന് പറഞ്ഞാൽ കംട്രോളർ ആൻഡ് ഓഡിറ്റേഴ്സ് ഓഫ് ജനറൽ ഓഫ് ഇന്ത്യ. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, അതിനെയാണ് CAG എന്ന് പറയുന്നത്. അപ്പം ആ അക്കൗണ്ട് ഒക്കെ ഓഡിറ്റ് ചെയ്യുന്നത് ആരാണ്, CAG ആണ്. പിന്നെ ആ ആനുവൽ റിപ്പോർട്ടൊക്കെ അവർ പ്രിപ്പയർ ചെയ്തിട്ട് അത് സെൻട്രൽ ഗവൺമെന്റിന് അത് CAG എന്താണ് ഫയൽ ചെയ്യും. അതിനുശേഷം എന്താണ്, അത് സെൻട്രൽ ഗവൺമെന്റ് ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റിലേക്ക് അത് സബ്മിറ്റ് ചെയ്യും. അപ്പം ഫസ്റ്റ് സെൻട്രൽ ഗവൺമെന്റ് ഒരു അതോറിറ്റി ക്രിയേറ്റ് ചെയ്തു. ആ അതോറിറ്റിയിൽ ചെയർപേഴ്സൺസ്, പിന്നെ അതർ മെമ്പേഴ്സ് നോട്ട് എക്സീഡിങ് 7, CEO ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ അക്കൗണ്ട് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് CAGനെ അപ്പോയിന്റ് ചെയ്യും. CAG ഈ കാര്യങ്ങളെല്ലാം ഒരു എന്താ സെപ്പറേറ്റ് അക്കൗണ്ടിലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ കാര്യങ്ങളെല്ലാം ആനുവൽ റിട്ടേണും അതുപോലെ തന്നെ അത് കാര്യങ്ങളെല്ലാം ഫയൽ ചെയ്യും. ആർക്ക്, CAG സെൻട്രൽ ഗവൺമെന്റിന് ഫയൽ ചെയ്യും. സെൻട്രൽ ഗവൺമെന്റ് പിന്നെ ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റിലേക്ക് അതെല്ലാം സബ്മിറ്റ് ചെയ്യും.
ഈ റിപ്പോർട്ടുകളെല്ലാം അതിനാണ് ഇവിടെ പറയുന്നത്, കണ്ടില്ലേ, അക്കൗണ്ട് ഓഫ് ഫണ്ട് ഷാൽ ബി ഓഡിറ്റഡ് ബൈ ദി കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ സച്ച് ഇന്റർവൽസ് മേ ബി സ്പെസിഫൈഡ് ബൈ ഹിം. പിന്നെ ആ അക്കൗണ്ട് അതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടുകളെല്ലാം CRDG സെൻട്രൽ ഗവൺമെൻറ് ഫയൽ ചെയ്യും. സെൻട്രൽ ഗവൺമെൻറ് പിന്നീട് അത് ഈച്ച് ഹൗസസ് ഓഫ് പാർലമെന്റിലേക്ക് സെൻട്രൽ ഗവൺമെന്റ് ആണ് അത് കൊടുക്കുന്നത്. CRDG സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കും, സെൻട്രൽ ഗവൺമെന്റ് പിന്നെ ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്യും. ഇനി അടുത്ത സെക്ഷൻ ആണ് സെക്ഷൻ 126, റൈറ്റ് ഓഫ് ഡിവിഡൻഡ്, റൈറ്റ് ഷെയർസ് ആൻഡ് ബോണസ് ഷെയർസ് ടു ബി ഹെൽഡ് ഇൻ അബയൻസ് പെൻഡിങ് രജിസ്ട്രേഷൻ ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. ഈ സെക്ഷൻ മെയിൻ ആയിട്ട് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രാൻസ്ഫർ ദ ഡിവിഡൻഡ് ഇൻ റിലേഷൻ ടു സച്ച് shares to the unpaid dividend account unless it is authorized by the registered holder of shares in writing to pay such dividend to the transfer is specified in the interest of transfer and. അതായത് ഇപ്പോൾ ശരിക്കും രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഹോൾഡർ തൻ്റെ ഷെയർ വേറൊരാൾക്ക് വിറ്റു. അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യും? വിറ്റു. അപ്പോൾ അയാളുടെ പേര് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ പേര് വന്നെങ്കിൽ മാത്രമല്ലേ അയാൾക്ക് ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഷെയർ വിറ്റിട്ടുണ്ടെങ്കിൽ വിറ്റ ആൾക്ക്, ആ ഷെയർ റിസീവ് ചെയ്ത ആൾക്കാണ് ഡിവിഡൻഡ് കൊടുക്കേണ്ടത്. ഡിവിഡൻഡ് റിസീവ് ചെയ്യുന്ന ആളായിരിക്കുമല്ലോ, അതായത് ഡിവിഡൻഡ് വിറ്റിട്ട് അത് വാങ്ങിയ ആൾക്ക്. അപ്പോൾ വാങ്ങിയ ആളുടെ നെയിം ചിലപ്പം ഇതിലേക്ക് വരാൻ കുറേ താമസം എടുത്തെന്നിരിക്കും. അപ്പം ഡിവിഡൻഡ് ആർക്ക് കൊടുക്കും എന്നൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഇല്ലേ? അങ്ങനെ രജിസ്റ്ററിൽ ഏതായാലും നെയിം വന്നിട്ടില്ല, ഡിവിഡൻഡ് ആർക്ക് കൊടുക്കും, ഓൾഡ് ഷെയർ ഹോൾഡറിന് കൊടുക്കുമോ ന്യൂ ആൾക്ക് കൊടുക്കുമോ എന്നൊരു കൺഫ്യൂഷൻ വരുമ്പം ഇവർ പറയുന്നുണ്ട് അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്ക് അതങ്ങ് മാറ്റുക. ആ ഡിവിഡൻഡ് അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഇടുക. പിന്നെ എന്നിട്ട് രജിസ്റ്ററിൽ നെയിം വന്നിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് ഡിവിഡൻഡ് എടുത്ത് കൊടുക്കാം. ഇനി പേര് വന്നിട്ടില്ലെങ്കിൽ ആർക്കും കൊടുക്കണ്ട, അതാണ് പറയണത്. ഇനി ചില കേസിൽ ഈ വിൽക്കുന്ന ആള് മറ്റേ ആൾക്ക് കൊടുത്തോളാൻ എന്ന് പറഞ്ഞ റൈറ്റിങ്ങിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് നമുക്ക് നേരിട്ട് കൊടുക്കാം. പക്ഷേ ഈ ബോണസ് ഷെയർസ്, റൈറ്റ് ഷെയർസ്, റൈറ്റ് ഷെയർസ്, ബോണസ് ഷെയർസ്, അതൊക്കെ ഈ ഒരു ടൈമിൽ ഈ രജിസ്റ്ററിൽ പേര് വന്നിട്ടില്ല ആ ഒരു സമയത്താണ് ഇത് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബോണസ് ഷെയറിൻ്റെ കേസിലും റൈറ്റ് ഷെയറിൻ്റെ കേസിലും ഇത് ആർക്കും കൊടുക്കണ്ട. അത് കീപ്പ് ഇൻ അബയൻസ് ആക്കി വെക്കുക, അതായത് ഹോൾഡ് ചെയ്ത് വെക്കുക എന്നാണ് ഈ കീപ്പ് ഇൻ അബയൻസിൻ്റെ അർത്ഥം. അപ്പോൾ ഈ സെക്ഷൻ 126 പറയണത്, ഇപ്പം ഒരാളൊരു ഷെയർ വിറ്റു, അപ്പം വിറ്റ ആൾക്ക് ഡിവിഡൻഡ് കൊടുക്കണമെങ്കിൽ ആ ആളുടെ പേര് രജിസ്റ്ററിൽ വരണം. അപ്പോൾ എന്തെങ്കിലും കാരണത്തിൽ രജിസ്റ്ററിൽ വന്നിട്ടില്ല, ഒരു ഡിലേ വന്നു എങ്കിൽ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവേണ്ട, അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്ക് മാറ്റിയിടുക. ഇനി ആ ഒരു ടൈമിലാണ് ബോണസ് ഷെയർസും റൈറ്റ് ഷെയർസും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ആർക്കും കൊടുക്കണ്ട, അത് കീപ്പ് ഇൻ അബയൻസ് ആക്കി വെക്കുക, അത് ഹോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് രജിസ്റ്ററിൽ നെയിം ആയി കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. ഇപ്പം ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കുവാണെങ്കിൽ പേര് രജിസ്റ്ററിൽ പേര് വന്നതിന് ശേഷം ബോണസ് ഷെയർസും റൈറ്റ് ഷെയർസും ഒക്കെ കൊടുക്കുക. അല്ലാത്ത കേസിൽ കീപ്പ് ഇൻ അബയൻസ് ആക്കി വെക്കുക. ഇനി അടുത്താണ് എന്താ, സെക്ഷൻ 127 പറയണത് പണിഷ്മെന്റ് ഫോർ ഫെയിലിയർ ടു ഡിസ്ട്രിബ്യൂട്ട് ഡിവിഡൻഡ് വിത്തിൻ 30 days. ഈ ഒരു ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 30 daysനുള്ളിൽ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. എന്നിട്ട് കൊടുത്തില്ലെങ്കിൽ വിത്തിൻ 7 days നമ്മൾ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലൊക്കെ മാറ്റണം എന്നൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചായിരുന്നു. അപ്പം ഇനി ഈ ഒരു 30 days ആയിട്ടും കൊടുത്തിട്ടില്ല, അതിൽ വരുന്ന പണിഷ്മെന്റ് ഫെയിലിയർ ഒക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ എന്തായിരുന്നു ഈ സെക്ഷൻ പറയണത്, അതായത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ട് 30 daysനുള്ളിൽ അത് പേ ചെയ്തിട്ടില്ലെങ്കിൽ പണിഷ്മെന്റ് വരും. പണിഷ്മെന്റ് വരുന്നത് അതെ ഓഫീസേഴ്സിനും വരും, അതുപോലെ തന്നെ കമ്പനിക്കും പണിഷ്മെന്റ് വരും. അതായത് ഓഫീസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് എന്താ ഡിവിഡൻഡ് 30 ദിവസത്തിനുള്ളിൽ കൊടുത്തിട്ടില്ലെങ്കിൽ ഇംപ്രസ്മെന്റ് വരും, അത് 2 years വരെ എക്സ്റ്റെൻഡ് ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ കമ്പനിയുടെ കേസിലാണെങ്കിൽ കമ്പനിക്ക് 80% പെർ ആനത്തിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് അടക്കേണ്ടതായിട്ട് വരും. അപ്പം എന്തായിരുന്നു, ഡയറക്ടർക്ക് ഈച്ച് ഡയറക്ടർ ഓഫ് ദി കമ്പനി ഷാൽ ബി പണിഷ്ഡ് വിത്ത് ഇംപ്രസ്മെന്റ് അപ് ടു 2 years. 2 years വരെ അവർക്ക് ഇംപ്രസ്മെന്റ് വരും. അതുപോലെ തന്നെ എന്താണ്, ഓൾസോ ഹീസ് ലൈബിൾ ടു പേ മിനിമം ഫൈൻ ഓഫ് 1000 ഓഫ് എവറി ഡേ ഡ്യൂറിങ് വിച്ച് സച്ച് ഡിഫോൾട്ട് കണ്ടിന്യൂ. അതായത് ഡിഫോൾട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ ഓരോ ദിവസവും 1000 രൂപ വീതം ഫൈനും വരും, അതുപോലെ തന്നെ ഇംപ്രസ്മെന്റ് വരും. അത് 2 years വരെ പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കമ്പനിക്ക് വരുന്ന ലൈബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് 80% പെർ ആനം ഡ്യൂറിങ് ദ പീരീഡ് ഫോർ വിച്ച് സച്ച് ഡിഫോൾട്ട് കണ്ടിന്യൂ ചെയ്യുന്നതോടെ വരെ എന്ത് വരും, സിമ്പിൾ ഇൻട്രസ്റ്റ് വരും. പിന്നെ എക്സംപ്ഷൻ ഫ്രം പണിഷ്മെന്റ്, അതായത്
ഇനി പറയുന്ന കേസിൽ പണിഷ്മെന്റ് വരാത്ത ചില എക്സംഷൻ ആണ് വരുന്നത്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതായത് 30 ഡേയ്സിനുള്ളിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ട് അത് പേ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ കേസിൽ 30 ദിവസം കഴിഞ്ഞു, എന്നിട്ടും ഡിവിഡൻഡ് കൊടുത്തില്ല. ആ കേസിൽ ഇവർക്ക് പണിഷ്മെന്റ് വരില്ല. അപ്പം ചില റീസൺ കൊണ്ടാണ് 30 ദിവസം കഴിഞ്ഞിട്ടും ഡിവിഡൻഡ് കൊടുക്കാത്തത്. അതിന് കുഴപ്പമൊന്നുമില്ല. അത് എന്തൊക്കെ റീസൺ ആണെന്ന് നമുക്ക് നോക്കാം. വേർ ദ ഡിവിഡൻഡ് കുഡ് നോട്ട് ബി പെയ്ഡ് ബൈ റീസൺ ഓഫ് ഓപ്പറേഷൻ ഓഫ് ലോ, അതായത് എന്തെങ്കിലും നിയമത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട്, ഓപ്പറേഷൻ ഓഫ് ലോയുമായി ബന്ധപ്പെട്ട് ആണ് ഇപ്പം ഡിവിഡൻഡ് കൊടുക്കാൻ വൈകിയത്, അതാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെന്താണ്, വേറെ ഷെയർ ഹോൾഡർ ഹാസ് ഗിവൻ ഡയറക്ഷൻ ടു ദി കമ്പനി റിഗാർഡിംഗ് ദ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് ദോസ് ഡയറക്ഷൻ കനോട്ട് ബി കംപ്ലൈഡ് വിത്ത് ആൻഡ് ദ സെയിം ഹാസ് ബീൻ കമ്മ്യൂണിക്കേറ്റഡ് ടു ഹിം. അതായത് ഇപ്പോൾ ഒരു ഷെയർ ഹോൾഡർ കമ്പനിയോട് പറയാ ഡിവിഡൻഡ് എനിക്ക് ഇന്ന രീതിയിൽ തരണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഇപ്പം എന്താ, എനിക്ക് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്ക് ഇടുക, ഇതിങ്ങനെ ഇങ്ങനെ തരിക എന്ന് പറയുക. അപ്പം കമ്പനിക്ക് ഷെയർ ഹോൾഡർ പറഞ്ഞതുപോലെ കമ്പനിക്ക് കൊടുക്കാനായിട്ട് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റിയില്ല. അപ്പം ആ കാര്യം കൊടുക്കാൻ പറ്റിയില്ല, ആ കാര്യം കമ്പനി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ഇതുകൊണ്ടാണ് ഞങ്ങൾക്ക് കൊടുക്കാത്തത് എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി കേസിൽ ഇങ്ങനെ ഒരു ഇപ്പം ഷെയർ ഹോൾഡർ ഡയറക്ഷൻ കൊടുത്തു, എനിക്ക് ഇങ്ങനെ വേണം ഡിവിഡൻഡ് തരാനെന്ന് പറഞ്ഞു, എന്നിട്ട് കമ്പനി അങ്ങനെ കൊടുത്തിട്ടില്ല. അങ്ങനത്തെ കേസിൽ കമ്പനി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല, ഞങ്ങൾ ഇതുകൊണ്ടാണ് തരാൻ പറ്റാത്തത് എന്നൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനത്തെ കേസിലാണെങ്കിൽ ഇവർക്ക് പണിഷ്മെന്റ് വരും. എന്തുകൊണ്ടാണ് ഇവർ കൊടുത്തിട്ടില്ല, ആ കേസ് കമ്പനി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ഞങ്ങൾക്ക് ഇങ്ങനെ തരാൻ പറ്റിയില്ല, ഞങ്ങൾ അതുകൊണ്ട് ഇങ്ങനെ അയക്കുന്നു അല്ലെങ്കിൽ അയച്ചിട്ടില്ല, അങ്ങനത്തെ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പണിഷ്മെന്റ് ഇവർക്ക് വരില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തപ്പോൾ ഇവർക്ക് പണിഷ്മെന്റ് വരും. ഓപ്പറേഷൻ ഓഫ് ലോയുടെ കേസ് നമ്മൾ പഠിച്ചു, ഇപ്പം കമ്മ്യൂണിക്കേഷൻ്റെ കേസ് പഠിച്ചു. ഇനി എന്താണ്, വേർ ദർ ഇസ് എ ഡിസ്പ്യൂട്ട് റിഗാർഡിംഗ് ദ റൈറ്റ് ടു റിസീവ് ദ ഡിവിഡൻഡ്, അതായത് ഇപ്പോൾ ഡിവിഡൻഡ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ഷെയർ ഹോൾഡേഴ്സ് തമ്മിൽ എന്തെങ്കിലും കാര്യത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ ആ കേസിലും കമ്പനിക്ക് 30 ദിവസത്തിനുള്ളിൽ കൊടുക്കണമെന്നില്ല. ഇപ്പോൾ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യത്തിലൊരു വഴക്ക്, ഇപ്പം ഡിവിഡൻഡ് ഇപ്പം ഞാൻ വാങ്ങണോ അയാൾ വാങ്ങണം, ഇപ്പം ഷെയർ ഹോൾഡേഴ്സിൻ്റെ പേര് രജിസ്റ്റർ വരാത്തൊരു കേസാകാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഫാമിലിയുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ട് ആവാം. എന്ത് കേസാണെങ്കിലും അങ്ങനത്തെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ട്, ആര് ഡിവിഡൻഡ് വാങ്ങും അതുമായി ബന്ധപ്പെട്ട്, അങ്ങനത്തെ കേസിൽ ഡിവിഡൻഡ് 30 ദിവസത്തിനുള്ളിൽ കൊടുക്കേണ്ട കാര്യമില്ല, കുഴപ്പമില്ല. വേർ ദ ഡിവിഡൻഡ് ഹാസ് ബീൻ ലോഫുള്ളി അഡ്ജസ്റ്റഡ് ബൈ ദ കമ്പനി അഗെയിൻസ്റ്റ് എനി സം ഡ്യൂ ടു ഷെയർ ഹോൾഡേഴ്സ്, അതായത് ഇനി ഷെയർ ഹോൾഡറിന് കമ്പനിക്ക് എന്തെങ്കിലും കാശ് ഡ്യൂ ആയിട്ട് കൊടുക്കാനുണ്ട്, എന്തെങ്കിലും കടവല്ല, കമ്പനിക്ക് പേ ചെയ്യാനായിട്ട് ഷെയർ ഹോൾഡറിന് കുറച്ച് ലൈബിലിറ്റി ഉണ്ട് കമ്പനിയിൽ. അപ്പം കമ്പനി എന്ത് ചെയ്തു, അയാൾ തരാനുള്ള കാശ് കമ്പനി എടുത്തിട്ട് ബാക്കി കൊടുത്തു, അഡ്ജസ്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് കുറച്ച് ഡിലേ വന്നത്. അപ്പം ഓൾറെഡി ഷെയർ ഹോൾഡറിന് കുറച്ച് കാശ് കൊടുക്കാനിരുന്നതാണ് കമ്പനിയിൽ. അപ്പം അങ്ങനത്തെ കേസിൽ കമ്പനി ലോഫുള്ളി ആണ് അഡ്ജസ്റ്റ് ചെയ്തത്, അല്ലാതെ വെറുതെ അല്ല, ലോഫുള്ളി അഡ്ജസ്റ്റ് ചെയ്തു. ആ കേസിലും കുഴപ്പമില്ല. പിന്നെ എന്തെങ്കിലും വേർ ഫോർ എനി അതർ റീസൺ ദ ഫെയിലിയർ ടു പേ ദ ഡിവിഡൻഡ് ഓർ ടു പോസ്റ്റ് ദ വാറന്റ് വിത്തിൻ ദ പ്രിസ്ക്രൈബ് പീരീഡ് ഓഫ് 30 days വാസ് നോട്ട് ഡ്യൂ ടു എനി ഡിഫോൾട്ട് ഓൺ ദ പാർട്ട് ഓഫ് ദി കമ്പനി. ഇനിയിപ്പം കമ്പനിയുടെ തെറ്റ് കൊണ്ടല്ല, വേറൊരു കേസ് കൊണ്ടാണ് ഇപ്പം 30 ദിവസത്തിനുള്ളിൽ അവർക്ക് ഡിവിഡൻഡ് പേ ചെയ്യാനായിട്ട് പറ്റിയില്ല, ആ കേസിലും കുഴപ്പമില്ല. കാരണം എന്താണ്, കമ്പനിയുടെ ഇറ്റ്സ് നോട്ട് ദി പാർട്ട് ഓഫ് ദ കമ്പനി, കമ്പനിയുടെ പ്രവർത്തനം കൊണ്ടല്ല ഒരു ഡിഫോൾട്ട് ഡിലേ ഇൻ പേയ്മെന്റ് ഉണ്ടായത്. ഇപ്പം വേറെ ബിയോണ്ട് ദി കൺട്രോൾ ഓഫ് ദി കമ്പനി ആണെങ്കിൽ, ഇപ്പം എന്തെങ്കിലും എൻവയോൺമെന്റ് ഇഷ്യൂസ് കൊണ്ടോ, അല്ലാണ്ട് ഇപ്പം എന്തെങ്കിലും ബാങ്ക് ഇഷ്യൂ കൊണ്ടോ, ഇപ്പം ബാങ്കിൽ എന്തെങ്കിലും ഒരു ട്രാൻസ്ഫർ ചെയ്യാൻ ഇഷ്യൂ വരുമല്ലോ, അതെന്താ കമ്പനിയുടെ തെറ്റല്ലല്ലോ. അപ്പം കമ്പനിയുടെ തെറ്റുകൊണ്ടല്ലാതെ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഫെയിലിയർ സംഭവിച്ചാൽ അതും കുഴപ്പമില്ല, ഇവർക്ക് പണിഷ്മെന്റ് വരില്ല. അപ്പം നമ്മൾ ഈ ചാപ്റ്റർ ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പണിഷ്മെന്റ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എക്സംഷൻ ഫ്രം പണിഷ്മെന്റ് നോക്കുക, എന്തെങ്കിലും ഓപ്പറേഷൻ ഓഫ് ലോ ആകാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, പിന്നെ ഡിസ്പ്യൂട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ലോഫുള്ളി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പിന്നെ കമ്പനിയുടെ പ്രവർത്തനം കൊണ്ടല്ലാതെ എന്തെങ്കിലും കാര്യത്തിൽ ഡിഫോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ. അപ്പം ഇത്രയും കേസാണ്. അപ്പം നമ്മൾ ഈ ചാപ്റ്റർ 8 കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇനി വേണേൽ നമുക്ക് MCQ പെട്ടെന്ന് നോക്കാം. ഇതിൻ്റെ MCQ നോക്കാം. When the dividend is declared at the annual general meeting of the company, it is known as, അതായത് എന്താണ്, അറ്റ് ദി ആനുവൽ ജനറൽ മീറ്റിംഗ് എന്നാണ് പറഞ്ഞത്. ആനുവൽ ജനറൽ മീറ്റിംഗിൽ വെച്ച് ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡ് ഏതാണ്, ഫൈനൽ ഡിവിഡൻഡ് ആണ്. ഇൻക്രീം ഡിവിഡൻഡ് വരുന്നത് ഏതാ, 2 ആനുവൽ ജനറൽ മീറ്റിംഗിന് ഇടയിൽ വെച്ചാണ്. പിന്നെ എമൗണ്ട് ടു ബി ട്രാൻസ്ഫർ ടു റിസർവ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ബിഫോർ എനി ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ് ഈസ്, എമൗണ്ട് ടു ബി ട്രാൻസ്ഫർ ടു റിസർവ് ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ് ബിഫോർ എനി ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ് ഈസ്. ഇങ്ങനെ ഒരു എമൗണ്ട് നമ്മൾ പഠിച്ചോ, ഇല്ല. എന്തെങ്കിലും എമൗണ്ട് റിസർവിലേക്ക്
പ്രോഫിറ്റിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി കമ്പനിയാണ്. കമ്പനിക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അങ്ങനെ പ്രത്യേകിച്ച് എമൗണ്ട് ഇത്ര കൊടുക്കണം, ഇത്ര കൊടുത്തേ പറ്റൂ, അങ്ങനെ ഒരു നിർബന്ധമില്ല. നമ്മൾ പഠിച്ചായിരുന്നു. ഇനി ഈ കേസിൽ എന്താണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, ഇവർ ഇത്രയും രൂപ ഇത്രയും 3 റേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഇവരുടെ ഇൻട്രീം ഡിവിഡൻഡ് ഇൻ ക്ലോസ് കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ഇത് എത്രയായിരിക്കും. അപ്പം ഇവരുടെ പ്രീവിയസ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇയർ നോക്കുക. അതായത് ഇപ്പം ജൂൺ 22-നാണ് അവർ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്, ലാസ്റ്റ് വീക്ക്. അപ്പം ഇതിൽ പ്രീവിയസ് ഇയറിൽ ഡിക്ലെയർ ചെയ്തിട്ടുള്ള 3 വർഷത്തിൽ നമ്മൾ ആവറേജ് എടുക്കണമെന്നല്ലേ പറഞ്ഞത്. അപ്പം 3 വർഷം എന്ന് പറയുമ്പോൾ ഏതാ, ഇത് 70, 80, 90 5 വർഷം കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ ഏതാ പ്രീവിയസ് ആയിട്ടുള്ള 3 വർഷം എടുത്താൽ പോരെ. 2021, 22, 2021, 2020 നമ്മൾ എടുത്താൽ മതി. അപ്പോൾ ഈ ഇതിൽ 3 റേറ്റ് എന്ന് പറയുന്നത് ഏതാ, 10, 11, 12. ഇതിൻ്റെ ആവറേജ് വരുമ്പോൾ ഏതാണ്, 11 എടുക്കേണ്ടത്. അപ്പം ഈ പ്രാവശ്യം നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ 11-ൽ കൂടാനായിട്ട് പാടില്ല. അപ്പം മാക്സിമം അറ്റ് ദി റേറ്റ് ഓഫ് 11 ആണ്. ബി ആണ് ആൻസർ വരുന്നത്. പിന്നെ ഏതാ അടുത്തത്, എമൗണ്ട് അക്യുമുലേറ്റ് ഇൻ ദി ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഷാൾ ബി നോട്ട് യൂസ്ഡ് ഫോർ. IEPF ഫണ്ടിൽ ഉള്ള എമൗണ്ട് എന്തിനൊക്കെ നോട്ട് ബി യൂസ്ഡ് ഫോർ, അതായത് റീഫണ്ട്, അൺക്ലെയിംഡ് ഡിവിഡൻഡ്, മറ്റോ ഡിപ്പോസിറ്റ് ഒക്കെ എടുക്കാനായിട്ട് നമുക്ക് എടുക്കാമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ ലീഗൽ എക്സ്പെൻസസ് വല്ല ക്ലാഷ് ആക്ഷൻ സ്യൂട്ടുമായി ബന്ധപ്പെട്ട കാര്യം റീഇംബേഴ്സ് ചെയ്യാൻ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. ഇത് നോട്ട് യൂസ് ആണ്, യൂസ് അല്ല, നോട്ട് ബി യൂസ്. IEPF ഫണ്ടിൽ നിന്ന് എടുക്കാൻ പറ്റാത്തതാണ്. പിന്നെന്താണ്, ഗ്രാൻഡ് ഓർ ഡൊണേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ഫോർ ദ പർപ്പസ് ഓഫ് അത് അങ്ങനെ ഒരു കേസ് നമ്മൾ പഠിച്ചായിരുന്നു. ഗ്രാൻഡും ഡൊണേഷൻ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുക, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഡിസ്ട്രിബ്യൂഷൻ ഐ ഡിസ്കൗണ്ട് എമൗണ്ട് എലിജിബിൾ ആൻഡ് എലിജിബിൾ അപ്ലിക്കൻ ഫോർ സപ്പോർട്ട്. എന്തെങ്കിലും ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് എലിജിബിൾ ആയിട്ടുള്ള ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കാമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിന്റെ പർപ്പസിന് വേണ്ടി നമ്മൾ പ്രൊമോഷൻ, അവരുടെ എഡ്യൂക്കേഷൻ ഫണ്ടിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ അല്ലേ, ആ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാം. അപ്പം ആ ഒരു കേസ് സി നോക്കുക. ഇത് ഗ്രാൻഡ് ഓഫ് ഡൊണേഷൻ ടു ദി സെൻട്രൽ ഗവൺമെന്റിന് ഗ്രാൻഡും ഡൊണേഷനും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, അങ്ങോട്ടേക്ക് കൊടുക്കുന്ന കേസാണ് ഇത് പറയുന്നത്. അല്ലാത്ത കേസിൽ മറ്റേ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിനൊക്കെ നമുക്ക് എടുക്കാം. പക്ഷേ ഇത് ഗ്രാൻഡ് ഓഫ് ഡൊണേഷൻ ടു ദി സെൻട്രൽ ഗവൺമെന്റിന്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ ഇതിൽ സി ആണ് നോട്ട് യൂസ്ഡ് ഫോർ IEPF അക്കൗണ്ടിലെ. ബാക്കി എല്ലാ കാര്യത്തിലും നമ്മൾ എടുക്കും അക്കൗണ്ടിലേക്ക്, ഇത് മാത്രം എടുക്കത്തില്ല. പിന്നെന്താണ്, 5-ാമത്തെ കേസ്, in case of company fails to pay declared dividend, fails to post dividend warrant within 30 days of declaration company. അതായത് ഇത് ഇത്രയുള്ള അർത്ഥം സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് 30 ദിവസത്തിനുള്ളിൽ കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടില്ല, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു പക്ഷേ അത് പേയ്മെന്റ് ചെയ്തിട്ടില്ല. അങ്ങനത്തെ കേസിൽ കമ്പനി ഒരു ഡിഫോൾട്ട് വരുത്തി. അപ്പോൾ അവർക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര വരും? ഇതിൽ നമ്മൾ ആകെ സിമ്പിൾ ഇൻട്രസ്റ്റ് 80% കാര്യമല്ലേ പഠിച്ചേ. ഇവിടെ കൺഫ്യൂഷൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു, 30 ദിവസത്തിനുള്ളിൽ ഡിക്ലെയർ ചെയ്തിട്ട് കൊടുത്തില്ല. ആ കേസിൽ കമ്പനിക്ക് വരുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് 18% ആണ്. ഇനി 12% നമ്മൾ പഠിച്ചായിരുന്നു ഇതിന് മുന്നേ. അത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിവിഡൻഡ് 30 ഡേയ്സിനുള്ളിൽ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ട് നമ്മൾ 7 ഡേയ്സിനുള്ളിൽ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്ക് മാറ്റുന്ന കേസ് പറഞ്ഞായിരുന്നു. അപ്പോൾ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിൽ മാറ്റിയിട്ട് ആ അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റിയിട്ടില്ല, ആ കേസിൽ വരുന്ന പണിഷ്മെന്റ് ആണ് 12%. പക്ഷേ ഈ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു എന്നിട്ട് പേ ചെയ്തിട്ടില്ലെങ്കിൽ കമ്പനിക്ക് വരുന്ന ഇൻട്രസ്റ്റ് 80% ആണ്. ഈ 12% നോക്കുക, അത് മറ്റേതിനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.